നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ചർച്ചിൽ ഒരു സഹോദരി വന്നു, വളരെ വിഷമത്തിലാണ് വന്നത്. പക്ഷെ അടുത്ത ആഴ്ച വരാതിരുന്നപ്പോൾ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ ആ സഹോദരി പച്ചയ്ക്ക് പുള്ളിക്കാരെ അങ്ങ് പറഞ്ഞു. എൻ്റെ ഭാഷ ഞാനൊരു 100,000 പ്രശ്നം കൊണ്ട് അവിടെ വന്നേ, പക്ഷെ നിങ്ങളുടെ അവിടുത്തെ സാക്ഷ്യവും ആൾക്കാരുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി അതൊന്നും അപേക്ഷിച്ച് എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ പുള്ളിക്കാരെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പം നമ്മുടെ ഇടയിൽ ഒരാൾ കടന്നു വന്നതുകൊണ്ടല്ലോ, നമ്മുടെ മുഖം കണ്ടാൽ തന്നെ അവരുടെ ടെൻഷനൊക്കെ മാറണമെന്നേ. ഞാൻ ചിന്തിച്ച് ഈ കാരാഗ്രഹത്തിനകത്ത് കിടന്ന ഈ പുള്ളി ലേഖനം എഴുതുന്നത്, എഫേസ് ലേഖനമൊക്കെ എഴുതുന്നത് എവിടെ കിടന്നാണ്? കാരാഗ്രഹത്തിനകത്ത്. ഇപ്പോൾ റോമൻ കാരാഗ്രഹം, ഫിലിപ്പിൻ കാരാഗ്രഹത്തിലൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അസാധ്യമായ അവസ്ഥയായിരുന്നു. കാലാമത്തിലിട്ട് പൂട്ടി നന്നായി, അല്ലെങ്കിൽ തുള്ളിച്ചാടിയാനേ. പിന്നെ കൈയടിക്കാൻ പറ്റുമോ? അതുമില്ല. കയ്യാൽ എന്തിട്ടിരിക്കുകയാണ്? ചങ്ങല. പിന്നെ കെട്ടാത്തൊരു സാധനം ഉള്ളായിരുന്നു, നാവ്. അതങ്ങ് തുറന്നു. അപ്പോഴത്തേന് സകല വിഷയത്തിനും പരിഹാരമായി. ഇപ്പം നമുക്ക് കൈ ഉയർത്താൻ പറ്റുമല്ലോ, അല്ലേ? പറ്റുമല്ലോ. കൈ അടിക്കാനും പറ്റുമല്ലോ, നാവ് തുറക്കാനും പറ്റുമല്ലോ. ഇതെന്തിനാന്ന് ഇങ്ങനെ പറഞ്ഞെന്നറിയോ? പലരും വെന്റിലേറ്ററിലാണ്. കൈ അനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല, അധരം ചലിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കൈ ഉയർത്തിയും കരമടിച്ചും അധരം തുറന്നും ഒക്കെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നെങ്കിൽ പുറകോട്ട് മാറരുത്. എത്ര ആയുസ് കിട്ടുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇന്ന് രാത്രി ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന അവസാന ചാൻസ് ആയിരിക്കും. ആരാധിക്കാൻ കരുത്തുള്ളിടത്തോളം ആരാധിക്കണം. തുള്ളിച്ചാടാൻ കഴിയുമെങ്കിൽ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കണം.